ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്നത് നാടൻ കോഴി ഇറച്ചിയാണ്. അപ്പോൾ അത് വറുത്തരച്ചിട്ടാണ് വെക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞാനിവിടെ ഇറച്ചി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ആദ്യം വറ്റൽമുളകും മല്ലിയും കൂടി ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് തേങ്ങ വറുത്താൽ മതി. കാരണം തേങ്ങ നന്നായി ചുവന്ന് വരണം. അപ്പോൾ വറ്റൽമുളക് കരിഞ്ഞു പോകും. അപ്പോൾ വറ്റൽമുളക് മല്ലി ഒന്ന് വറുത്ത് കോരിയ ശേഷം ഇനി അതേ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് തേങ്ങ സെപ്പറേറ്റ് വറുത്തെടുക്കാം. ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു 1/4 കപ്പ് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു മൂടി തേങ്ങ ചിരവിയത് അതും കൂടി ഇടാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. ഇതുപോലെ നല്ല ചുവന്ന് വരണം. അപ്പം നല്ല കറിക്ക് നല്ല ടേസ്റ്റാണ്. കറി നല്ല ബ്രൗൺ കളറായി കിട്ടണം. ഇനി നമുക്ക് കുക്കറിൽ ഇറച്ചി വേകാനിടാം. ഇനി അതിലേക്ക് 1 കപ്പ് ചെറിയുള്ളി മസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് നാടൻ കോഴി ഇറച്ചിക്ക്. ഇനി അതിലേക്ക് ഒരു സവോള പകുതി അത് നന്നായി പൊടിയരിഞ്ഞതും ഒരു 3 പച്ചമുളക് നടുവേക്കേറിയതും അതിലേക്ക് അതിൻ്റെ കൂടെ മസാലയും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ് അതും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് ഈ മുളകൊക്കെ നന്നായി ചിക്കനിൽ പിടിക്കുന്നവരെ ഒന്ന് തിരുമ്പി കുഴച്ച ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം ഇത് ചാറോടുകൂടിയാണ് വെക്കുന്നത്. അപ്പോൾ വെള്ളം ഇരുന്നാലും കുഴപ്പമില്ല. ഒരു 2 വിസിലടിച്ചാൽ മതി കേട്ടോ. കൂടുതൽ വിസിൽ പാടില്ല, കൂടുതൽ വെന്ത് പോകും ഇറച്ചി. അപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കട്ടെ. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോള പൊടി അരിഞ്ഞത്, ഒരു തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പേസ്റ്റ് ചേർക്കാം. ഇത് ആദ്യം നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ജാറിൽ വെള്ളം ഒഴിക്കാതെ നന്നായി പൊടി പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നന്നായി പൊടിയായ ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. എനിക്കിവിടെ അമ്മിക്കല്ലില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് അരയ്ക്കുന്നത്. അമ്മിക്കല്ലിലാണെങ്കിൽ നല്ല ടേസ്റ്റാണ് വറുത്തരച്ച് വെക്കുമ്പോൾ. അപ്പോൾ അതിൽ വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം. അമ്മിക്കല്ലിലാണെങ്കിൽ വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ചിക്കനും കൂടെ കൊട്ടാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയുടെ അരപ്പ് ഈ ചിക്കനിലൊക്കെ നന്നായി പിടിച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 പാക്കറ്റ് പട്ട, ഗ്രാമ്പു, ഏലക്കായുടെ 1 പാക്കറ്റ് വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി 1 മൂടി തേങ്ങ പൊടിയായി അരിഞ്ഞത്. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാനിവിടെ ഇടുന്നുണ്ട്. നാടൻ കോഴി ഇറച്ചിക്ക് തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചിക്കൻ വേകാനിടുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാനിവിടെ 1.5-2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ടിടണം. ഇനി കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂണ്. എനിക്ക് ഈ വറ്റൽമുളക് ആയതുകൊണ്ട് എരിവിൻ്റെ പാകം അത്ര അറിയുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ജാറ് കഴുകിയ വെള്ളം ഉണ്ടല്ലോ, തേങ്ങയുടെ അരപ്പ്, അതും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ആച്ചി ചിക്കൻ മസാല ഒരു ചെറിയൊരു പാക്കറ്റാണ്, ഒരു 10 രൂപയുടെ ചെറിയ പാക്കറ്റ്, അത് ഫുള്ളായി ചേർക്കുന്നുണ്ട്. അതായത് 1.5 ടീസ്പൂൺ വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കറി മസാല പട്ട
അതൊന്ന് 1 ടീസ്പൂൺ കൂടെ ഇടുന്നുണ്ട്. നോക്കിയിട്ട് ഇട്ടാൽ മതി, കാരണം ആദ്യം ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അത് അപ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ കുറവുണ്ട്, അപ്പോൾ 1 ടീസ്പൂൺ കൂടെ. അപ്പോൾ 2 ടീസ്പൂൺ ഞാൻ പട്ട ഗ്രാമ്പൂ അതിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മളെ വറുത്തരച്ച പട്ട ഗ്രാമ്പൂ അത് നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച് വേണം ഇതിൽ ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മുടെ ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മൺചട്ടിയിലായതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് തണുക്കുമ്പോൾ ഒന്ന് കുറുകി വരും. അപ്പോൾ നല്ല കുഴമ്പോട് കൂടിയിട്ടുള്ള നമ്മുടെ നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണണം. നിങ്ങളിത് ഉറപ്പായി ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.